പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് SEO, അതിൻ്റെ ഉപയോഗം, അതിൻ്റെ പ്രയോജനം, ഇതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ മുന്നോട്ട് പോകുന്നതിന് മുന്നായിട്ട് തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ വീഡിയോയെ പറ്റി എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം. SEO എന്നാൽ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്നതിൻ്റെ ചുരുക്കപ്പേരാണ്. ഈ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ ഇത് രണ്ടായിട്ട് നമ്മൾ തിരിച്ചു കഴിഞ്ഞാൽ ഈ സെർച്ച് എഞ്ചിൻ നമുക്ക് ആദ്യമേ നോക്കാം. നമുക്ക് ഈ സെർച്ച് എഞ്ചിൻ നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യമേ തന്നെ പെട്ടെന്ന് നമ്മുടെ മുന്നിലോട്ട് വരുന്നത് ഈ ഗൂഗിൾ ആയിരിക്കും. ഈ മിക്ക ആളുകളും, അതായത് ഈ ഗൂഗിൾ ഉപയോഗിക്കുന്ന മിക്ക ആളുകളും വിചാരിച്ചിരിക്കുന്നത് ഈ ഗൂഗിൾ മാത്രമാണ് സെർച്ച് എഞ്ചിൻ എന്നുള്ള ഒരു രീതിയിലാണ് വിചാരിച്ചിരിക്കുന്നത്. ഈ ഗൂഗിൾ മാത്രമല്ല സെർച്ച് എഞ്ചിൻ. ഈ ഗൂഗിൾ മാതിരി തന്നെ ഒരുപാട് സെർച്ച് എഞ്ചിൻ വേറെയുമുണ്ട്. അത് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന സെർച്ച് എഞ്ചിൻ ഗൂഗിൾ തന്നെയാണ്. 90%-ലധികം ലോകത്ത് മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ 90%-ലധികം ആളുകളും യൂസ് ചെയ്യുന്ന സെർച്ച് എഞ്ചിനാണ് ഗൂഗിൾ. അതുകൊണ്ട് തന്നെ ഇത് ടോപ്പിലാണ്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അടുത്തതായിട്ട് വരുന്ന ഒരു സെർച്ച് എഞ്ചിനാണ് ബീങ് എന്ന് പറയുന്ന സെർച്ച് എഞ്ചിൻ. ഈ സെർച്ച് എഞ്ചിനും ഒരുപാട് ആളുകൾ യൂസ് ചെയ്യുന്ന ഒരു സെർച്ച് എഞ്ചിൻ തന്നെയാണ്. അത് കഴിഞ്ഞ് നമുക്ക് അടുത്തതായിട്ട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യാഹു എന്ന് പറയുന്ന സെർച്ച് എഞ്ചിൻ നമുക്ക് ഇപ്പം നമ്മുടെ വീടുകളിലൊക്കെ മുതുമുത്തച്ഛൻ എന്നൊക്കെ നമുക്ക് പറയത്തില്ലേ, അതേമാതിരി തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സെർച്ച് എഞ്ചിനാണ് യാഹു എന്ന് പറയുന്നത്. ഒരുപാട് പഴയ സെർച്ച് എഞ്ചിനാണ്. അതുകൊണ്ട് ഒരുവിധം ആളുകൾക്കെല്ലാം അറിയാവുന്ന ഒരു സെർച്ച് എഞ്ചിനുമാണ് ഈ യാഹു എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ നമുക്ക് അടുത്തതായിട്ട് പറയാനുള്ളത് DuckDuckGo. അതായത് ഈ DuckDuckGo എന്ന് പറയുന്ന സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത്, അതായത് ഈ പ്രൈവസി ആഗ്രഹിക്കുന്നവർക്ക് ഉപയോഗിക്കാൻ ഏറ്റവും മെച്ചപ്പെട്ട ഒരു സെർച്ച് എഞ്ചിനാണ് ഈ DuckDuckGo. പ്രൈവസിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സെർച്ച് എഞ്ചിനാണ് ഈ DuckDuckGo എന്ന് പറയുന്നത്. അടുത്തായിട്ട് നമുക്ക് പറയാനാണെന്നുണ്ടെങ്കിൽ യാൻഡെക്സ് എന്ന് പറയുന്ന സെർച്ച് എഞ്ചിൻ. അതായത് ഇത് റഷ്യയുടെ ഒരു സെർച്ച് എഞ്ചിനാണ്. റഷ്യയിൽ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു സെർച്ച് എഞ്ചിൻ ഇതാണെന്ന് പറയാം. അതുപോലെ തന്നെ നമുക്ക് എടുത്തു പറയാനാണെന്നുണ്ടെങ്കിൽ വേറൊരു സെർച്ച് എഞ്ചിൻ അതുപോലെ തന്നെ എടുത്തു പറയാനുള്ളത് ഇതുപോലെ തന്നെ അവരുടെ ഇതായിട്ട് പറയാനുള്ള ഒരു സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത്, അതായത് ചൈനയുടെ സെർച്ച് എഞ്ചിൻ ബൈഡു എന്ന് പറയുന്ന സെർച്ച് എഞ്ചിനാണ് ഈ ചൈനയിൽ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന സെർച്ച് എഞ്ചിൻ. ഓക്കെ, ഇങ്ങനെ ഒരുപാട് സെർച്ച് എഞ്ചിൻ മുന്നോട്ട് പറയാനാണെങ്കിൽ ഒരുപാട് സെർച്ച് എഞ്ചിനുകളുണ്ട്. ഇവിടെ ഞാൻ ഉദാഹരണത്തിനായിട്ട് മാത്രമാണ് ഇത്രയും സെർച്ച് എഞ്ചിൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ നമുക്ക് നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് SEO കുറിച്ചാണ്. നമുക്ക് ഈ SEO മൂന്നായിട്ട് തരംതിരിക്കുക. അതായത് ഓൺ പേജ് SEO, ഓഫ് പേജ് SEO, ടെക്നിക്കൽ SEO. ഈ മൂന്ന് തരത്തിലായിട്ട് നമുക്ക് SEOയെ തരംതിരിക്കാനായിട്ട് സാധിക്കും. ഇതിൽ ഓൺ പേജ് SEO എന്ന് പറയുന്നത് വെബ്സൈറ്റിന്റെ ഉള്ളടക്കത്തെ, അതായത് കണ്ടന്റ് അടിസ്ഥാനമാക്കി ചെയ്യുന്നത്. ടൈറ്റിൽ ടാഗ്, മെറ്റാ ഡിസ്ക്രിപ്ഷൻ, URL, കീവേഡ്സ് നമ്മൾ സാധാരണ എല്ലാവരും സെർച്ച് ചെയ്യുന്ന തരത്തിലുള്ള കീവേഡ്സ് ഉപയോഗിക്കുക. ഇത്തരത്തിലെല്ലാമാണ് നമ്മൾ ഓൺ പേജ് ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ ഓഫ് പേജ് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വെബ്സൈറ്റിന് പുറത്തുള്ള കാര്യങ്ങൾ, അതായത് ബാക്ക് ലിങ്ക്, പിന്നെ അതുപോലെ തന്നെ സോഷ്യൽ ഷെയറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇതുകണക്ക് ഇൻസ്റ്റാഗ്രാം, ഇങ്ങനെയൊക്കെ ഇതുകണക്കുള്ള സോഷ്യൽ ഷെയറിങ്. അതായത് ഇതിന്റെ ഉള്ളടക്കം നമ്മൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നു. അതാണ് ഈ ഓഫ് പേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ടെക്നിക്കൽ SEO, സൈറ്റിന്റെ ടെക്നിക്കൽ ഘടകങ്ങൾ. ഉദാഹരണത്തിന് വെബ്സൈറ്റ് സ്പീഡ്, ലോഡിംഗ് സമയം കുറയ്ക്കുക, മൊബൈൽ ഫ്രണ്ട് ലൈൻ, മൊബൈലിന്റെ ഉപയോഗത്തിനായി ഒതുക്കൽ, XML സൈറ്റ് മാപ്പ്, തിരയുന്ന എഞ്ചിനുകൾക്ക് സഹായകമായ ഫയലുകൾ. ഇത്രയുമാണ് നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുന്നത്. ഈ SEO നമുക്ക് എവിടെയെല്ലാം ഉപയോഗിക്കാം? അതായത് വ്യവസായ വെബ്സൈറ്റുകൾ, ബ്ലോഗുകൾ, യൂട്യൂബ് വീഡിയോകൾ, കൊമേഴ്സ് സൈറ്റുകൾ, പ്രൊഫഷണൽ പോർട്ട്ഫോളിയോകൾ, ഇവയിലെല്ലാം നമുക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് SEO ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ ഇത് ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള പ്രയോജനം നമുക്ക് നോക്കാം. അതായത് ഉദാഹരണത്തിന് നമ്മൾ ഗൂഗിളിൽ ഒരു ജീൻസ് ഒന്ന് സെർച്ച് ചെയ്യുകയാണ്. ഇങ്ങനെ ജീൻസ് എന്ന് സെർച്ച് ചെയ്യുന്നുണ്ടെ നമുക്ക് ടോപ്പിലായിട്ട് നമുക്ക് ഇങ്ങനെ ജീൻസിന്റെ പല ഇതിങ്ങനെ കാണിക്കും. നമുക്ക് പല ടോപ്പിലായിട്ടുള്ള ജീൻസിന്റെ ബ്രാൻഡ്, ഏത് ബ്രാൻഡാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബ്രാൻഡ് ഏറ്റവും ടോപ്പിൽ കാണിക്കും. അതിനുശേഷം അടുത്ത ബ്രാൻഡ്, താഴെ ഇങ്ങനെ പല ബ്രാൻഡുകൾ കാണിക്കും. അതെന്തുകൊണ്ടാണ് ഏറ്റവും ടോപ്പിലായിട്ട് ഇങ്ങനെ ആ ബ്രാൻഡ്, ഈ ടോപ്പിലുള്ള ബ്രാൻഡ്, അത് എന്തുകൊണ്ടാണ് ആ ടോപ്പിൽ, എന്തുകൊണ്ട് ഈ താഴെയായിട്ട് നാലാമതും അഞ്ചാമതും ഒക്കെ ഉള്ളത് അത് എന്തുകൊണ്ടാണ് ടോപ്പിൽ വരാത്തത്? അത് ഈ ഏറ്റവും ടോപ്പിലുള്ളത് അത് വേണ്ടുന്ന രീതിയിൽ, അതായത് നല്ല രീതിയിൽ SEO ഉപയോഗിക്കുന്നത് കൊണ്ടാണ് അത് ഏറ്റവും ടോപ്പിലായിട്ട് നിൽക്കുന്നത്. ഈ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക. അത് നമ്മുടെ ഇപ്പം ജീൻസിന്റെ കാര്യം എന്നല്ല, അത് ഏതൊരു കാര്യത്തിലും അങ്ങനെയാണ്. ഇപ്പോൾ ഒരു യൂട്യൂബിന്റെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാലും
ഏതൊരു കാര്യം നോക്കിക്കഴിഞ്ഞാലും ഇതേ രീതിയിൽ തന്നെയാണ്. നമ്മൾ SEO നല്ല രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ റാങ്കിങ്ങിൽ അത് ടോപ്പിലായിട്ട് കാണിക്കും. ഇപ്പം പല പല ചാനലുകൾ, അപ്പോൾ ആ ചാനലുകൾ ഇപ്പം നമ്മൾ ഒരു പേര് സെർച്ച് ചെയ്യുന്നുണ്ടെ ഒരേ പേരിൽ ഒരുപാട് ചാനൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സെർച്ച് ചെയ്യുന്നുണ്ടെ ഇപ്പം ചിലപ്പോൾ ഒരുപാട് സബ്സ്ക്രൈബർ ഉള്ള ചാനലൊക്കെ ഏറ്റവും താഴെയായിട്ടായിരിക്കും കാണിക്കുന്നത്. ഉദാഹരണത്തിന് ഞാൻ വേണമെങ്കിൽ പല പല ചാനലിന്റെ പേര് പറയാനുണ്ട്, അങ്ങനെ പറയുന്നില്ല. നിങ്ങളൊന്ന് സെർച്ച് ചെയ്താൽ മതി. ഒരുപാട് പേര് ഒരേ രീതിയിലുള്ള പേരിലുള്ള ചാനലിൽ നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക. ഇതുപോലെ ആ സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം ഒരുപാട് സബ്സ്ക്രൈബർ ഉണ്ടെങ്കിൽ പോലും ആ ചാനൽ ഒരുപാട് താഴെയായിരിക്കും. ചില ചാനൽ കാണാൻ നിങ്ങൾക്ക് കുറച്ച് സബ്സ്ക്രൈബറെ കാണത്തുള്ളൂ, എന്നാലും അത് ഏറ്റവും ടോപ്പിലായിട്ട് കാണിക്കും. ഒരേ പേരിലുള്ള ഒരുപാട് ചാനൽ ഉണ്ടായിരിക്കും, പക്ഷെ അത് കുറച്ച് സബ്സ്ക്രൈബറേ ഉള്ളെങ്കിലും അത് ഏറ്റവും ടോപ്പിൽ കാണിക്കും. അത് എന്തുകൊണ്ടാണ് അത് ടോപ്പിൽ കാണിക്കുന്നത്? കുറച്ച് സബ്സ്ക്രൈബറേ ഉള്ളെങ്കിലും അത് ടോപ്പിലായിട്ട് കാണിക്കുന്നെങ്കിൽ ആ ചാനലിൽ ശരിയായിട്ടുള്ള രീതിയിൽ ഇത് SEO ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിന് സാരം. ഇങ്ങനെ SEO നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ടോപ്പിലായിട്ട് കാണിക്കും. അതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. അത് ഏതൊരു ബിസിനസ്, ഏതൊരു ലൈനിലായാലും ഇത് തന്നെയാണ്. SEO നല്ല രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ടോപ്പിലായിട്ട് കാണിക്കത്തുള്ളൂ. അത് ബിസിനസ്സുകാർക്ക് ഏത് ബിസിനസ് മേഖലയിലായാലും എല്ലാം ഇതുപോലൊക്കെ തന്നെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം. അതുവരേക്കും വിടാം. നന്ദി, നമസ്കാരം.